പല ആഡ് ഫിലിംസും കാണുമ്പോൾ ഇത് എവിടെ ഷൂട്ട് ചെയ്തു എന്ന് അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കളുടെ മനോരമ ക്ലാസിഫൈഡ്സിൻ്റെ ഒരു പരസ്യം ദ്വീപൊക്കെ വെച്ചിട്ട് ദ്വീപിൽ ഒരാൾ ഒറ്റയ്ക്കായി പോകുന്നു, അതെവിടെയായിരുന്നു ഷൂട്ട്? ഒരു പറഞ്ഞ കഥയുടെ ഇത് വെച്ചിട്ട് നമുക്കത് ഈ പറഞ്ഞ പോലെ ഒരു ഐസൊലേറ്റഡ് ഐലൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് വേണം, അങ്ങനത്തെ ഒരു ഇത് വേണം. പിന്നെ മൊത്തത്തിൽ അതിനൊരു പിക്ചറിനൊരു ഭയങ്കര ഒരു കാണാൻ രസം വേണം. നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ ഫിലിം ഉണ്ടാക്കുന്നത് കാസ്റ്റവേ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ വ്യക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട്, ആ ഫിലിമിൻ്റെ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. അന്ന് ഈ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഹെലികോപ്റ്റർ വേണം, പിന്നെ ഈ കുറേ ബോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ അന്ന് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറന്ന് വരാനായിട്ട് അവരുടെ ഫ്യൂൽ ചാർജസ്, പിന്നെ അവർ വന്ന് നമുക്ക് വേണ്ടി ഷൂട്ടിംഗ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് അതിന് വളരെ വലിയ തുകയാണ്. അന്ന് നമ്മുടെ ഒരു നമുക്ക് കൺസീവ് ചെയ്യാൻ വയ്യാത്തൊരു തരം ഇതായിരുന്നു. ഐലൻഡിൻ്റെ ഒരു ഏരിയൽ ഷോട്ട് ഉണ്ടല്ലോ, അത് ചോപ്പർന്ന് സാധാരണ അങ്ങനത്തെ ഷോട്ട്സ് ചെയ്യാൻ വേറെ കൺവീനിയൻസ് ഉള്ള വേറെ ചോപ്പേഴ്സ് വേണം. ഇത് അങ്ങനത്തെ ഒരു സൗകര്യം ഉള്ളതല്ലായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഈ 1 മിനിറ്റ് ആഡൊക്കെ കാണുമ്പോൾ ഞാനൊരു ഫിലിം മേക്കറായിട്ട് പോലും ഞാൻ കരുതിയിരുന്ന അതിൻ്റെ ഒരു എളുപ്പമുള്ള സിനിമയ്ക്ക് ഒരു 4 സീനോ അല്ലെങ്കിൽ 5 സീനോ ഒരു ദിവസം തീർക്കുന്ന സ്പീഡിൽ ഒരിക്കലും നമ്മൾ പരസ്യം ഷൂട്ട് ചെയ്യാറില്ല. പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പരസ്യങ്ങളാകുമ്പോൾ ഭയങ്കര കളർഫുള്ളായിരിക്കണം എന്നും അതിന് ഫാസ്റ്റ് കളേഴ്സൊക്കെ ഉപയോഗിക്കുക, പ്രൈമറി കളേഴ്സ് നന്നായിട്ട് ഉപയോഗിക്കുന്നൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് പരസ്യങ്ങളുടെ ഒരു കളർ സ്കീമിങ്ങിലൊരു മാറ്റം വന്നിട്ടുണ്ട്, അത് ഒന്ന് വിശദീകരിക്കാൻ പറ്റും? നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മളുടെ ഒരു ചിത്രീകരണ രീതി എന്ന് പറഞ്ഞാൽ കഴിയുന്നിടത്തോളം നമ്മൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൊണാലിറ്റികൾ ഉപയോഗിക്കാനാണ് ശ്രമിക്കാറുള്ളത്. പിന്നെ ചില സിനിമയ്ക്ക് ചില പ്രത്യേക ലുക്ക് ആൻഡ് ഫീലിന് വേണ്ടി ചില പ്രത്യേക ഇപ്പോൾ കൂൾ ടോൺ അല്ലെങ്കിൽ വാം ടോൺ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഏജൻസി നിങ്ങൾക്കൊരു വിഷയം തന്നു, നമ്മളതിനൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി, അടുത്ത സ്റ്റേജ് ഷൂട്ടിംഗ് ആണ്. പ്രീ പ്രൊഡക്ഷൻ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് ക്ലയൻറ്റുമായിട്ട്. അതായത് നമ്മളിങ്ങനെ ഇന്ന രീതിയിൽ ഇന്ന സമയത്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്ന ആൾക്കാരെയാണ്, അപ്പം നമ്മൾ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഇന്ന ആൾക്കാരെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ബോർഡിങ് നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ലൊക്കേഷൻ ഹണ്ട്, റെക്കി എന്ന് പറയുന്ന ആ പ്രോസസ്സും, അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലങ്ങൾ പോയി കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പാരലലി നടക്കുന്നതാണ് ഈ കാസ്റ്റിംഗ് പ്രോസസ്സ്, വീഡിയോ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഓഡിഷൻ പ്രോസസ്സ് നടക്കാറുണ്ട്. നിലവിലുള്ള ഒരു നടനോടോ നടിയോടോ ഒന്ന് വന്നിട്ട് ഒന്ന് മേക്കപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളെടുക്കാമെന്ന് പറഞ്ഞാൽ പോയി പണിയാ കിടപ്പാന്ന് പറയും. പക്ഷേ ആഡ്സിലൊക്കെ ഇപ്പോഴും വലിയ മോഡൽസൊക്കെ അതിന് തയ്യാറാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ടോ? അങ്ങനെയാണ് കാര്യം. അത് പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ വ്യക്തമായ ധാരണയുണ്ടാവും. അതായത് നമ്മൾ ആരെയും അങ്ങനെ വെറുതെ വിളിച്ച് ഓഡിഷൻ ചെയ്യാറുമില്ല. പരസ്യങ്ങളിൽ ഒരു കാലത്ത് ഈ സിനിമാ താരങ്ങൾ നിഷിദ്ധരായിരുന്നു. പക്ഷേ ഇപ്പോൾ കഥ മാറി. കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് സെലിബ്രിറ്റീസ് പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ആഡ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. താങ്കൾ തന്നെ ലാലേട്ടൻ, ശോഭന, ഒരുപാട് പേരെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു കാലത്ത് ഇവർക്ക് അയിത്തം കൽപ്പിക്കാനുണ്ടായിരുന്ന കാരണം എന്തായിരിക്കാം? എനിക്ക് തോന്നുന്നു സിനിമാ താരങ്ങളുടെ റീച്ച് ഭയങ്കരമാണ്, അവരുടെ ഒരു ജനസമ്മതി ഭയങ്കരമാണ്. ബ്രാൻഡുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത് ഏത് ബ്രാൻഡിനോട് ഏത് സിനിമാ താരം അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ സിനിമാ താരം ബ്രാൻഡിനേക്കാൾ വളരെ വലിയ ഒരു സ്റ്റാർ ആണെങ്കിൽ ഉൽപ്പന്നത്തിലേക്കുള്ള ശ്രദ്ധ ചിലപ്പം ഉണ്ടാവണമെന്നില്ല. അത് ഇന്ന സിനിമാ താരം അഭിനയിച്ച പരസ്യമെന്ന് മാത്രം ചിലപ്പോൾ അറിയപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കുന്നു. ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? സിനിമാ താരങ്ങളെ വെച്ച് പരസ്യം ചെയ്യാൻ എളുപ്പമാണ്, കാര്യം എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സാണ്. അപ്പം ഒരു മോഡലിനെ വെച്ച് സാധാരണ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം മിക്കവാറും സിനിമ താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ വേണ്ടി വരില്ല. സംയുക്ത വർമ്മ അഭിനയിച്ചിട്ടുണ്ട്, ശോഭന അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ആഡിലാണ് അഭിനയിക്കുന്നത്. പലരും അവർ സിനിമയിലൊന്നും പിന്നീട് അധികം അഭിനയിച്ചിട്ടില്ല. ആഡ്സിൽ ഇപ്പോൾ താങ്കൾ ചെയ്ത കിങ് റിച്ചാർഡ്സ്, പിന്നെ റെഡ് എന്ന് പറയുന്ന അതിലൊക്കെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്. ഇപ്പോൾ അതിൽ മറ്റേ ബാൻജോ ജമ്പൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ കിങ് റിച്ചാർഡിലുണ്ട്. ആ ഫിലിമിൽ പ്രൈമറിലി ഫാഷൻ ഇതായതുകൊണ്ട് മോഡൽസിനെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ആക്രോബാറ്റിക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജമ്പുകളോ അങ്ങനെയുള്ള സംഗതികളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നോക്കി കണ്ടുപിടിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുവരികയാണ്. പക്ഷേ അവരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആ ഒരു കിങ് റിച്ചാർഡിൻ്റെ ഷർട്ടിൻ്റെ പരസ്യത്തിൽ തന്നെയും
ആകാശത്തേക്ക് ഉയർന്നു ചാടുന്ന സംഗതികളും സമസോൾട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അവസാനം അതിനകത്തൊരു 3 പേര് അതിനകത്ത് നമ്മുടെ ഒരു സർക്കസ് കമ്പനിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ജമ്പേഴ്സാണ്. ഫീച്ചർ ഫിലിംസ് എന്ന് പറയുന്നൊരു സ്വപ്നം സൂക്ഷിക്കുന്നുണ്ടോ? ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നുള്ള രീതിയിലല്ല, ഒരു സിനിമ ചെയ്യണമെന്നേ താല്പര്യമുള്ളൂ. മാരീഡാണോ? മാരീഡാണ്. ജെൻസി ആണ് എൻ്റെ വൈഫ്, മൂത്തത് എൻ്റെ മകളാണ്, പിന്നെ മോൻ ചെറിയ. ഇവിടെ നേടിയ വിജയം ഫീച്ചർ സിനിമയിലും സംഭവിക്കട്ടെ. നല്ല മനോഹരങ്ങളായ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. നമസ്കാരം.